അമ്മ എല്ലാരും കണ്ടു. അമ്മ എന്നെ വലിച്ചു പോകുന്ന എന്റെ ഫ്രണ്ട്സും ആൾക്കാരും ഒക്കെ കണ്ടു, എന്നെ അടിക്കുന്ന കണ്ടു. എനിക്കൊന്ന് ചെരുപ്പിടാൻ പോലും ആള് സമ്മതിച്ചില്ല എന്നെ. അതൊക്കെ കുഞ്ഞു മനസ്സിന് ഏറ്റവും വലിയ മുറിവാണ്. അതെന്റെ കൂട്ടുകാരോട് ഫുട്ബോൾ കളിക്കുമ്പോ ഈ ചെറിയ കുട്ടി വന്നിട്ട് ആ റബ്ബർ ഗ്രാനുവൽസ് എടുത്തിട്ട് കൂട്ടി വെച്ചിട്ട് ഉരുണ്ട് കളിക്കായിരുന്നു. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞത് ഒന്ന് മേത്തിട്ടല്ലോ. മേത്തിട്ട് കൊടുത്തിട്ട് അവൻ തട്ടിയിട്ട് വീട്ടിൽ പോയി. അപ്പൊ ഇവന്റെ ഗ്രാൻഡ് ഫാദർ അവന്റെ കുറച്ച് വോമിറ്റിംഗ് ടെൻഡൻസി വന്നോണ്ട് ചോദിച്ച ആരാ എറിഞ്ഞത്. അവൻ കംപ്ലൈന്റ് ആയിട്ടല്ലേ പറഞ്ഞ, ഞാനാ എറിഞ്ഞെന്ന് അവൻ പറഞ്ഞു. അപ്പൊ ഈ ഗ്രാൻഡ് ഫാദർ വന്നിട്ട് ചോദിച്ചു ഞാൻ വന്ന് ഒരു പ്രാവശ്യം അടിച്ച് തറച്ചിട്ട് ഫുട്ബോൾ ടർഫ് ഇവിടെ ലെഫ്റ്റ് സൈഡ് അടിച്ചിട്ട് ഞാൻ കോളറിൽ പിടിച്ചിട്ട് വലിച്ചിട്ട് പിന്നെ അടിച്ചിട്ട് എന്നെ വലിച്ച് ഫ്ലാറ്റിൽ കൊണ്ടുപോയി. ഫ്ലാറ്റിൽ കൊണ്ടുപോയപ്പോ ഞാൻ ശരിക്കും പേടിച്ചു, എന്തെങ്കിലും ചെയ്യൂന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഭാഗ്യത്തിന് അപ്പുറത്തെ ആന്റിമാര് വന്നിട്ടാ പറഞ്ഞ, നീ പേടിക്കണ്ട, നീ വീട്ടിൽ പോയിക്കോ. പെട്ടെന്ന് കുട്ടികൾ ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് പറയാം, ആന്റി ഓടി വാ, അല്ലാണ്ട് അടിച്ചിട്ട് ഒരാൾ പിടിച്ച് ഫ്ലാറ്റിൽ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ശരിക്കും ഷോക്കായിപ്പോയി. അപ്പൊ ഞങ്ങൾ ഓടി ചെല്ലുന്ന സമയത്ത് താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇവൻ പേടിച്ച് കുറച്ചിരിക്കുക, മുഖത്ത് ഒരു സൈഡ് ഫുള്ള് നീരാ. പക്ഷെ എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്, ഇയാൾ എന്തിനാണ് എൻ്റെ കുട്ടീനെ അയാളെ ഫ്ലാറ്റിലേക്ക് പിടിച്ചുകൊണ്ട് പോയതെന്ന്. 2 പ്രാവശ്യം കൊണ്ടുപോയി. ആദ്യം കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്നു, പിന്നെ ഈ പൊടി ഇവനെ കൊണ്ട് വാരിപ്പിച്ച് തിരിച്ചു കൊണ്ടുപോയി. അയാൾ ഫ്ലാറ്റിൽ കയറ്റാൻ പോയപ്പോൾ അടുത്ത ഫ്ലാറ്റിലെ ആൾക്കാർ പുറത്ത് വന്നത് കണ്ടിട്ടാണ് ഇയാൾ മോനെ വിടുന്നത്. ഇല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും എൻ്റെ കുട്ടീനെ അപായപ്പെടുത്തിയെന്ന് ഉറപ്പാണ്. ഇങ്ങനെ മാനസിക വൈകൃതമുള്ള ആൾക്കാർക്ക് ശിക്ഷ കൊടുക്കണം, അല്ലെങ്കിൽ അവരെ ആ സ്ഥലത്ത് ചങ്ങലക്കിടട്ടെ. അവര് ഇന്ന് നോർമൽ ആവുമെന്ന് എനിക്കറിയില്ല. നാളെ അവർ വീണ്ടും താഴെ ഇറങ്ങുമ്പോൾ ഞാൻ എന്ത് ചെയ്താൽ തെറ്റായി പോകും, എന്നെ ആരെങ്കിലും ഉപദ്രവിക്കും, ഒരു ഫീൽ അവന്റെ ഉള്ളിലുണ്ട്. ഇനി ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. ഇപ്പൊ പറയുമ്പോ ഫിസിക്കലി ചെറിയ അടിയല്ല സത്യം പറഞ്ഞ. ഡോക്ടർ പറഞ്ഞാൽ ഫേഷ്യൽ നെർവ്സ് കട്ട് കഴിഞ്ഞാൽ അത് വേറൊരു ലെവലിലേക്ക് പോവായിരുന്നു. പക്ഷെ അതിനപ്പുറം ആ കുഞ്ഞിന്റെ മനസ്സിന്റെ വേദന അത് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല.